പോസ്റ്ററിലൊക്കെ കണ്ട സ്ഥിതി എനിക്ക് തോന്നുന്നത് പ്രേതമോ യക്ഷിയോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഐ ആം ദ പ്രേതം. എപ്പോഴെങ്കിലും ലൈഫിൽ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പ്രേതാണോ എന്റെ സ്വപ്നമാണോ എന്ന് എനിക്കറിയില്ല. സ്ഥലത്തേക്ക് ഷൂട്ടിന് പോയിപ്പോ രാത്രി കടന്നുറങ്ങുമ്പോ എന്റെ കഴുത്തിൽ ആരോ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്ക്, അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ? കണ്ടതിന് ശേഷം വീട്ടിലോട്ട് വന്ന് കയറുമ്പോ ഓട്ടോമാറ്റിക്കായി തയ്യൽ മെഷീനിക്ക് വീട്ടുകാർക്ക് ചിലപ്പോൾ തോന്നും നമുക്കൊരു ചിന്ത വരും തന്നെ. ഇപ്പൊ ജസ്റ്റ് കറണ്ട് പോയി, ആ സമയത്ത് തന്നെ വീട്ടിലോട്ട് കയറുമ്പോൾ ആ മെഷീൻ ഇരിക്കുന്ന റൂമിലോട്ട് കയറുമ്പോൾ നമുക്ക് ഇതിനകത്തെങ്ങാനും പണ്ടാറുണ്ടാവോ എന്നൊരു സാധനം സ്വാഭാവികമായിട്ടുണ്ടാവും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പ്രേതത്തെ? വിശ്വസിക്കുന്നുണ്ടോ വെച്ചാൽ എൻ്റെ റിയൽ ലൈഫിൽ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ മോർച്ചറിയിൽ ഫോട്ടോസ് എടുക്കാൻ എപ്പോഴും പോകുമായിരുന്നു. അപ്പോൾ കയറി നമ്മൾ അകത്ത് നിന്ന് ഫോട്ടോസ് ഇതെങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സാറുമാരെന്ത് ചെയ്തു, രണ്ടുപേരുടെ കൂടി എഴുതിക്കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി. അപ്പം ഞാനിത് എഴുതി അങ്ങനെ തിരിച്ച് സാർ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് തിരിയുമ്പോൾ ഇപ്പുറത്തേക്ക് വെക്കുമ്പോൾ ഒരു പാറമട വേണ്ടിട്ടൊരു ബോഡി വിളിച്ചിരിക്കും. ആ ജഗദാന്തരത്തിന്റെ വർക്കൊക്കെ രണ്ടാം ഭാഗമൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് സംഭവിക്കുമോ? പക്ഷെ കുറച്ച് വൈകും. അതിന്റെ ഇടയിൽ വേറൊരു വലിയൊരു പരിപാടിയായിട്ട് നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. ആ ടീം മൊത്തത്തിലാണോ അതോ? അതന്നെ. ഏത് രാജേഷെങ്കില് ചെയ്തോ? സന്തോഷത്തോട്ട് ചെയ്തോ? ഇതിനകത്ത് ആര് നന്നായിട്ട്, ഗായത്രി ചേച്ചി നന്നായിട്ട് അഭിനയിച്ചോ? മേടിച്ചോ? അല്ലാതെ ഒരു കൺസേൺ ഇല്ല നാളെ ഞാനൊരു നടനായില്ലെങ്കിൽ അല്ലെങ്കിൽ സിനിമയിൽ തന്നെ നിന്നില്ലെങ്കിൽ? ഇപ്പൊ ഞാൻ നടനല്ലേ, അതിനെ കുറിച്ച് സന്തോഷിക്കും. നാളത്തെ കേസ് നാളാ. നീ മൊമെന്റ് എൻജോയ് ചെയ്യാന്നുള്ളൂ. പിന്നെ അവരെയൊക്കെ ഓർക്കുന്നുണ്ടോ ട്രോളന്മാരെ? ഓഫ്കോഴ്സ്. പിന്നെ എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട് ഒരുപാട് ട്രോളിന്. ഇന്നലെ എനിക്ക് കിട്ടിയൊരു പാഠമാണ് ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ്. ടേക്ക് ആൻഡ് ഫേസ് ലൈഫ് ആസ് ഇറ്റ് കംസ്. God has given us enough of endurance to bear anything. പഠിച്ച് ഉൾക്കൊണ്ട ഒരു ഇന്നലെ പഠിച്ചത് എനിക്ക് ഭയങ്കര, ഞാൻ എന്റെ 20s ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കുറെ തെറ്റുകൾ പറ്റിയിട്ടെന്ന് പറഞ്ഞാലും അതും ഞാൻ ഇന്നലെ പഠിച്ചൊരു പാഠമാണ്. ഇന്നലെ എന്തായിരുന്നു പ്രത്യേകിച്ച്? സാധാരണ ഇങ്ങനെ ഒരു ഹൊറർ അല്ലെങ്കിൽ ത്രില്ലർ സിനിമ വരുമ്പോ നമ്മൾ സാധാരണ അതിന് പ്രതീക്ഷിക്കുന്ന ഒരു പേരുണ്ട്. ഒന്നെങ്കിൽ ഘനഗാംഭീര്യമുള്ള ഒരു പേരായിരിക്കും, അല്ലെങ്കിൽ ആ പേര് നമ്മളെ പേടിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ നിത്യോപയോഗ സാധനമായ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു സാധനത്തിന്റെ പേരിട്ട് ഒരു ഹൊറർ പടം ഒരു പക്ഷെ ഇത് ആദ്യമായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് തന്നെ ചൂസ് ചെയ്തത്? ഇപ്പോൾ നമ്മളൊരു കുടുംബം എടുത്തു കഴിഞ്ഞാൽ മിക്ക കുടുംബങ്ങളിലും ഒരു തയ്യൽ മെഷീൻ പഴയതോ പുതിയ മോഡലോ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു 90% കാണും. അപ്പോൾ ഈ സിനിമയുടെ മെയിൻ എലമെന്റ്, ആ സിനിമയുടെ മെയിൻ കണ്ടന്റ് വരുന്നത് തയ്യൽ മെഷീൻ കൂടിയാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ആ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പേര് തയ്യൽ മെഷീൻ തന്നെയാണെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന്റെ മെയിൻ ക്യാരക്ടറിലൊന്നാണ് തയ്യൽ മെഷീൻ. അതെ, ഈ ഒരു പാവം ആള് തന്നെയാണ് നമ്മളെ പേടിപ്പിക്കാൻ വരുന്നത് സിനിമ ചെയ്ത്. ഇങ്ങനെ തന്നെയാണോ? ഒരു പാവം തന്നെയാണോ ഡയറക്ടർ? ഇടയ്ക്ക് എന്നെ കുറിച്ചാണ് ഞാൻ ഗായത്രിയെ കുറിച്ച് ഞാൻ നേരെ ഗായത്രി ചോദിച്ചതാ. ശരിക്കും ഇങ്ങനെ പാവം തന്നെയാണോ? പേര് അറിയില്ലേ? പിന്നെ പേരിൽ തന്നെ എല്ലാം ഉണ്ട്. പാവാണെന്നുള്ളത് മറ്റുള്ളവരല്ലേ പറയണത്, നമുക്കറിയാം. പാവാണോ? ഞാൻ കേട്ടിട്ടുണ്ട് ഈ സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ ഹൊറർ പടങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഇവൻ കാന്താര അല്ലെങ്കിൽ തുമ്പാട് അങ്ങനെ കുറെ സിനിമകൾ വരുന്ന സമയത്ത് ഇങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടോ? അനുഭവമല്ല, ഈ പറഞ്ഞോട് ചെറിയ ചെറിയ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ സെറ്റില്ലേ. ഇതുപോലെ കറണ്ട് പോക്ക്, അല്ലെങ്കിൽ ഭയങ്കര കാറ്റ്, മഴ, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ആ ഒരു അറ്റ്മോസ്ഫിയർ മൂഡും കൊണ്ട് പേടിക്കുന്നതാണോ? പക്ഷെ ആ സമയത്ത് അതിന്റെ ആവശ്യമില്ലല്ലോ, ആ ക്ലൈമറ്റ് അങ്ങനെയല്ലേ. ഈ ചൂട് എപ്പോഴായിരുന്നു ഇതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ? ഷൂട്ട് നമ്മള് ഡിസംബറിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഡിസംബർ 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിസംബർ 17-ാം തീയതിയോടുകൂടി 19 പാക്കപ്പ്. ഗായത്രി എനിക്ക് അറിയാവുന്ന ഗായത്രിയെ സംബന്ധിച്ചോളം ഗായത്രിയുടെ ഇഷ്ടത്തിന് സ്വന്തമായി ആസ്വദിച്ച് ലൈഫ് ജീവിച്ചു പോകുന്ന ഒരാളാണ്. ഞാൻ അന്ന് കാണുമ്പോഴും ഇന്ന് കാണുമ്പോഴും ഇപ്പോഴും മാറ്റം വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെ തന്നെയാണ്. അങ്ങനെ എനിക്ക് ബാക്കിയുള്ളവരെ പറ്റി കൺസേൺ ഉണ്ട്, നല്ല കൺസേൺ ഉണ്ട്. അത് ചില സമയത്ത് കൂടുതലാണോ എന്നും തോന്നും. പക്ഷെ എന്നാലും അതൊക്കെ മാറ്റി നിർത്തി എന്റെ ഇഷ്ടപ്പെടുന്ന ലൈഫില് പോകാൻ എനിക്കിഷ്ടം. എൻജോയ് ചെയ്ത് തന്നെ ജീവിച്ചു പോകാനാണ്. ഈ പോസ്റ്ററിലൊക്കെ കണ്ട സ്ഥിതി എനിക്ക് തോന്നുന്നത് പ്രേതമോ യക്ഷിയോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഐ ആം ദ പ്രേതം. ഈ ഗോസ്റ്റ് സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേക കാര്യം വെച്ചാൽ നമുക്ക് ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു റെഫറൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം ഒരു അധ്യാപകനാണെങ്കിലും ഡോക്ടർ ആണെങ്കിലും സംതിങ് എന്ത് ക്യാരക്ടർ ആണെങ്കിലും
ഈ സാധനം കണ്ടവരോ സയന്റിഫിക്കലി പ്രൂവ്ഡോ ആയിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ മുമ്പിലില്ല. ആ. അപ്പൊ ഗായത്രി ചെയ്യുമ്പോൾ അത് എപ്പോഴും ഫ്രഷ് ആയി ഗായത്രിയുടേതായിട്ടുള്ള ഒരു പ്രേതമായിരിക്കും. അതെ അതെ. പിന്നെ നമ്മൾ കണ്ട ഒരുപാട് സിനിമകളുണ്ട് നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ആ പിന്നെ എനിക്ക് പണ്ടത്തെ ആകാശഗംഗ ഇതൊക്കെയാണ്. പിന്നെ മണിച്ചിത്രത്താഴ്. പിന്നെ എന്റേതായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിലും ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ലാസ്റ്റ് സീനൊക്കെ. അതിന്റെ ആ വ്യത്യാസം ആൾക്കാർക്ക് മനസ്സിലാവുന്ന തോന്നുന്നു. പ്രാർത്ഥിക്കണു ഞാൻ അങ്ങനെ. എപ്പോഴെങ്കിലും ലൈഫിൽ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? പ്രേതത്തിനെ ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പ്രേതാണോ എന്റെ സ്വപ്നമാണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു സ്ഥലത്തേക്ക് ഷൂട്ടിന് പോയപ്പോ രാത്രി കടന്നുറങ്ങുമ്പോ എന്റെ കഴുത്തിൽ ആരോ ഇങ്ങനെ പേടിക്കണ്ട, ഓടിക്കൂ ഒരു ഇങ്ങനെ പിടിച്ച് എനിക്ക് എണീക്കാൻ പറ്റാതെ ഇന്നൊരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് സത്യമാണോ, സ്ലീപ്പ് പാരലിസിസ് ആണോ, സ്വപ്നം കണ്ടതാണോ, അതോ എനിക്ക് ഭയങ്കര പേടിയും ഉണ്ടായിരുന്നു അവിടെ കിടന്നുറങ്ങാനായിട്ട്. ഇതിന്റെ സമയത്താണോ അതോ വേറൊരു ടൈം? ഒരേ മുഖത്തിന്റെ ഷൂട്ടിന്റെ സമയത്ത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു പണ്ട് വീട്ടിൽ നിന്ന് മുത്തശ്ശിയോ അല്ലെങ്കിൽ അമ്മയൊക്കെ പറഞ്ഞു തന്ന കഥകൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് പ്രേതത്തിന് അല്ലെങ്കിലും ഇപ്പോഴും ഭയങ്കര പേടിയാ. ഒരു ബഹുമാനമുള്ള പ്രേതത്തോട് മാത്രമാണല്ലേ? ബഹുമാന പേടിയുള്ളതല്ലേ? പറയാൻ പറ്റില്ല. ഓക്കെ. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളൊരു പടത്തിനകത്ത് ഇൻവോൾവ് ആവെന്ന് പറയുന്നത് അതിന്റെ A to Z ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. തിരക്കഥയാണെങ്കിലും ഡയറക്ഷനിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും. ഈ സിനിമയെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ രസ് പറയാൻ കാണിച്ച കാരണം എന്താണ്? ഒന്ന് ഇവരുടെ ഒരു കൂട്ടായ്മ. കാരണം വിനയനായാലും റൈറ്റർ രാകേഷ് ആയാലും, രാകേഷ് നേരത്തെ എനിക്ക് പരിചയമുണ്ട്. പട്ടാപ്പാൽ എന്ന പടത്തിൽ പുള്ളി AD ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളി വന്നൊരു കഥ പറഞ്ഞു. ഇവരുടെ ഒരു കൂട്ടായ്മ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആരെങ്കിലും ഡേറ്റ് കൊടുക്കണ്ടേ ഭായി? ഡേറ്റ് ഉള്ളതിന്റെ അല്ല, ആരെങ്കിലും കൊടുക്കണ്ടേ? ചിലവര് കൊടുക്കുപോലുമില്ല. ഡേറ്റ് ഉണ്ടെങ്കിലും കൊടുക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. നല്ലൊരു പടം ആവട്ടെ, നല്ലൊരു പടത്തിന്റെ ഭാഗമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവരുടെ കൂടെ നിന്നു. പിന്നെ ഇതൊരു ഫാമിലി പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇവരുടെ തന്നെ ബന്ധുക്കാരായാലും സുഹൃത്തുക്കളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് നമ്മൾ ഈ പടം ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു ഫീല്. ഈ പറഞ്ഞൊരു ഡേറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യല്ലേ, നിങ്ങൾ ഓൾറെഡി എക്സ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങളുടെ സിനിമയ്ക്ക് വലിയ അവസ്ഥയുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അത് കൊടുക്കാണ്ടല്ല, പല തിരക്കുകളിലേക്ക് പോകണോണ്ടാണ്. ഇപ്പൊ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആളുകൾക്ക് വേറെ പടം ഉള്ളപ്പോൾ നമുക്ക് പടം ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞങ്ങളത് അതനുസരിച്ച് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് പടം ചെയ്യും. ഓക്കെ. ഇനി ജഗദാന്തരത്തിന്റെ വർക്കൊക്കെ രണ്ടാം ഭാഗമൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് സംഭവിക്കുമോ? പക്ഷെ കുറച്ച് വൈകും. അതിന്റെ ഇടയിൽ വേറൊരു വലിയൊരു പരിപാടിയായിട്ട് നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ. ആ ടീം മൊത്തത്തിലാണോ അതോ? അതന്നെ ടീമായിട്ട് തന്നെ. അങ്കമാലി ടീം എല്ലാവരും ഉണ്ടാവും പ്രതീക്ഷിക്കാം. മാക്സിമം ഞാൻ ഉണ്ടാക്കും അതിന്റെ അകത്ത്. എന്റെ പരമാവധി ഞാൻ ശ്രമിക്കും അല്ലേ? നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു സുഖമല്ലേ? ഓക്കെ. നമ്മുടെ ഒരു കംഫർട്ട് സോണില് ഗായത്രിയുടെ ഒരു കംഫർട്ട് സോൺ എവിടെയാണ്, ആരൊക്കെയാണെന്ന് പറയാം? ഞാൻ ആരായിട്ടും ജെല്ലായി പോകുന്ന ഒരാളാണ്. എനിക്കങ്ങനെ ഇന്ന ആള് വേണം എന്ന് എനിക്കങ്ങനെ ഇല്ല. ഞാൻ എല്ലാവരായിട്ടും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് എല്ലാവരായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടമുള്ള ഒരു ഫീൽഡാണല്ലോ. അപ്പോ നമുക്ക് അഭിനയിക്കണം, ഇതിലേക്കാണ് നമ്മുടെ കോൺസെൻട്രേഷൻ. അപ്പൊ ആര് കൂടെ വന്നാലും എനിക്ക് അവരുടെ കൂടെ ഒത്തുപോകാൻ പറ്റാറുണ്ട്. കുറച്ച് മെച്ചുവർ ആയോ? പണ്ട് ഒരു 2 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടായിട്ട് ഒരാള് നമ്മൾ അങ്ങോട്ട് പറയാണ്ട് ഇങ്ങോട്ട് പറയണേ. അല്ല, മെച്ചുവറായി അല്ല, സാധാരണ ഇങ്ങനെ അല്ല. അതായത് ഒരിടത്ത് അവിടെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളൊന്നും ചോദിക്കണ്ടായിരുന്നു. എല്ലാം വേണ്ടതും വേണ്ടാത്തതും എല്ലാം എനിക്ക് പോരുമായിരുന്നു. മീഡിയാസിന്റെ പ്ലാനൊക്കെ പൊളിച്ചത് എല്ലാരും ആകാംക്ഷയുടെ നിറകടോ ഇന്ന് വന്നവരെല്ലാം പ്രതീക്ഷിച്ച ഗായത്രിയാണ്. ഗായത്രി ഒന്നും മിണ്ടുന്നില്ല. പൊളിച്ചു അല്ലേ? എവിടെ അങ്ങനെ തീരുമാനം എടുക്കാനുണ്ടായ കാരണം? ഗ്രാജുവലി ഉണ്ടായ ഒരു ഇതാണ്. നമുക്ക് മനസ്സിലായി എത്രണ്ടും നമ്മൾ പറയണം. നമ്മൾ ഓവറായിട്ട് പറഞ്ഞാലും ഈ കേട്ടിരിക്കുന്ന ആൾ പാവങ്ങളല്ലേ, അതും നമ്മൾ അതെ. അപ്പൊ നമ്മൾ പഠിക്കൂലോ ഗ്രാജുവലി എത്ര പറയണം, എത്ര പറയണ്ട, ഈ സിറ്റുവേഷൻസിൽ എങ്ങനെ പെരുമാറണം, ആരെ നോക്കി പെരുമാറണം, അങ്ങനെയൊക്കെ ഞാൻ കുറെയൊക്കെ പഠിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? അടിപൊളിയായിരുന്നു. കണ്ടാ? സിനിമ കണ്ടില്ലല്ലോ, അഭിനയിച്ചതേ ഉള്ളൂ. ആണോ? ആരെ സെലക്ട് ചെയ്ത് സിനിമയിലേക്ക്? വിനയനങ്കിള്. അതിനകത്ത് ഏത് വിനയനങ്കിള്? ആംഗിളാണോ സെലക്ട് ചെയ്തേ? എന്നിട്ട് എന്ത് പറഞ്ഞു സെലക്ട് ചെയ്തിട്ട്? ഒന്നും പറഞ്ഞില്ലേ? മോളോടെല്ലാം പറഞ്ഞോ? ഒന്നും പറയാതെ സെലക്ട് ചെയ്തെടുത്ത് എന്തോ പറഞ്ഞു. എന്നിട്ട് ഷൂട്ടിന് വരാൻ പറഞ്ഞോ? ഷൂട്ടിന് വരാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും കഥ ഒന്നും പറഞ്ഞില്ല. കഥയൊന്നും പറഞ്ഞില്ല. അയ്യോ, പിന്നെ എന്ത് നിങ്ങൾ അഭിനയിച്ചേ?
രാകേഷ് അങ്കിൾ ആദ്യം ഒരു ലോഡ് പേപ്പറും കൊണ്ട് വന്നിട്ട് എന്നെ അത് പഠിപ്പിക്കുക അങ്ങനെ. ഏത് രാജേഷങ്കിള് എന്നിട്ട് ബുദ്ധിമുട്ടിച്ചാ കൊറേ ഡയലോഗ് ഒക്കെ പറഞ്ഞു തന്നോ? കൊറേ എല്ലാം അത്യാവശ്യം. എന്നിട്ട് ചെയ്തോ? സന്തോഷത്തോട് ചെയ്തോ? ആ. ഇതിനകത്ത് ആര് നന്നായിട്ട്, ഗായത്രി ചേച്ചി നന്നായിട്ട് അഭിനയിച്ചോ? ആകാശ്. പേടിച്ചോ? ആ. ഇച്ചിരി. ഇച്ചിരിയെ പേടിച്ചോളൂ? ആ. നല്ല രീതിയിൽ പേടിച്ചില്ല? ഇല്ല. അതെന്താ നല്ല രീതിയിൽ പേടിക്കാത്തത്? അതെ അതെ. മോള് പേടിച്ചായിരുന്നോ? എത്ര പേടിച്ചു? കൊറേ പേടിച്ചായിരുന്നു അല്ലേ? ഇത് എന്തോ ഇവര് ഇതിനകത്ത് അതായത് ഇവർ രണ്ടുപേരുമാണ് ഒരുമിച്ചുള്ളത്. ഇയാളുടെ മകളായിട്ട് മോളാണ്. ഓ നിങ്ങളാണ്. ഓക്കെ, അവർ രണ്ടുപേരും അതാണ് കുറച്ച് പേടിച്ചതല്ലേ? അത് കിച്ചുവിന്റെ മോളാണ്. അതെന്റെ മകളായിട്ട് ഓ അങ്ങനെയാ വരുന്നത്. അതുകൊണ്ട് അധികം പേടിച്ചില്ല. അത് കുറച്ച് പേടിച്ചു, ഞാൻ കൂടുതൽ പേടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത്. ജുവലിന്റെ കുറെ ഇമോഷൻ ഒക്കെ വർക്ക് ചെയ്യുന്ന കുറെ സീൻസുകളൊക്കെ ഉണ്ട്. കുട്ടി നന്നായിട്ട് ചെയ്ത് ആ ഇമോഷൻ വർക്കുകളുണ്ട്. പക്ഷെ പളങ്കിന് നേരെ തിരിച്ചുള്ള ക്യാരക്ടറാണ്. ഓക്കെ, രണ്ടും ഭയങ്കര വ്യത്യസ്തമായി. വ്യത്യാസം. നമ്മൾ തിരിച്ച് ഈ മെറ്റീരിയൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം, ഈ പറഞ്ഞ തയ്യൽ മെഷീൻ ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇപ്പം കോൾഡ് കേസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജിന്റെ സിനിമയുണ്ട് ഫ്രിഡ്ജ്, ഹൊറർ ബേസിൽ വരുന്ന അതിനെ ചുറ്റിപ്പറ്റി ബേസ് ചെയ്തു പോകുന്ന ടൈപ്പ്, ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ സ്റ്റാഫ് ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇത് ബേസിക്കലി ഈ സ്റ്റോറി റിയൽ സ്റ്റോറിയാണ്. ഓ, ഈ തയ്യൽ മെഷീന് ഈ പേരിലോട്ട് വരാൻ ഈ ഒരു സബ്ജക്റ്റ് ഒക്കെ റിയൽ സ്റ്റോറി. നമ്മുടെ ഈ ഇതിന്റെ തന്നെ പടത്തിന്റെ റൈറ്റർ രാകേഷ്, പുള്ളിക്ക് റിയൽ ആയിട്ട് ലൈഫിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ അത് എന്നോട് ഷെയർ ചെയ്യുന്നു. പുള്ളി അത് സിനിമയൊക്കെ ആവാനിരിക്കുന്ന സമയത്ത് സാഹചര്യം വെച്ചാൽ മാറിപ്പോകുന്നു. അപ്പൊ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ 2 ലൊക്കേഷനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങള് പ്ലാൻ ചെയ്തതാണ്. അപ്പൊ ഇതിനകത്ത് ഉണ്ടാവും. ശരിയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ടതിന് ശേഷം, തിയേറ്ററിൽ കണ്ടതിന് ശേഷം വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കായി തയ്യൽ മെഷീൻ വീട്ടുകാർക്ക് ചിലപ്പോൾ തോന്നും നമുക്കൊരു ചിന്ത തന്നെ. ഇപ്പൊ ജസ്റ്റ് കറണ്ട് പോയി, ആ സമയത്ത് തന്നെ വീട്ടിലോട്ട് കയറുമ്പോൾ ആ മെഷീൻ ഇരിക്കുന്ന റൂമിലോട്ട് കയറുമ്പോൾ നമുക്ക് ഇതിനകത്ത് അങ്ങനെ മണ്ടാരം ഉണ്ടാവോ എന്നൊരു സാധനം സ്വാഭാവികമായിട്ടുണ്ടാവും. ഒരു പ്രതീക്ഷിക്കാം നമുക്കല്ലേ? അങ്ങനെ വിചാരിച്ചാലാണ് ഈ പടം പറയുന്നത്. അല്ല, അങ്ങനെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്കൊരു ഇതാണല്ലോ. അങ്ങനെ ഒരു ഇൻസിഡന്റ് എവിടെയെങ്കിലും സംഭവിച്ചാൽ കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പ്രയോഗത്തെ? വിശ്വസിക്കുന്നുണ്ടോ വെച്ചാൽ എൻ്റെ റിയൽ ലൈഫിൽ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചാണ്. പക്ഷെ ഞാൻ പേടിച്ചു പോയി. ഞാനും പണ്ട് സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴേ അപ്പൊ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ മോർച്ചറിയിൽ ഫോട്ടോസ് എടുക്കാൻ എപ്പോഴും പോവായിരുന്നു. അപ്പൊ അവിടെ സ്ഥിരം ഞാൻ ഒരു 6-7 മാസം മോർച്ചറിയിലെ ഫോട്ടോഗ്രാഫി തന്നെയാണ്. പോലീസുകാർ രാവിലെ വരുന്നു, എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ വരും, നമ്മളെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ സാൻജ് ഹോസ്പിറ്റലിൽ ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു മോർച്ചറിയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. അപ്പം നമ്മളോട് ഇത് ഡയറക്ഷൻ തരേണ്ട കാര്യമില്ല, ഓൾറെഡി നമുക്കത് എന്തൊക്കെ എടുക്കേണ്ടതെന്ന് അറിയാം. പോലീസുകാരെന്ത് ചെയ്തു, മോർച്ചറിക്കകത്തേക്ക് കയറുമ്പോൾ വേറെ ബോഡികൾ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കോൺസെൻട്രേഷൻ ഈ ഒരു ബോഡിയിൽ മാത്രമാണ്. അപ്പോൾ കയറി നമ്മൾ അകത്ത് നിന്ന് ഫോട്ടോസ് ഇതെങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സാറുമാരെന്ത് ചെയ്തു, 2 പേരുടെ കൂടി എഴുതിക്കൊണ്ട് പുറത്തോട്ട് ഇറങ്ങിപ്പോയി. അപ്പം ഞാനിത് എഴുതി അങ്ങനെ തിരിച്ച് സാർ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് തിരിയുമ്പോൾ ഇപ്പുറത്തേക്ക് വെക്കുമ്പോൾ ഒരു പാറമട കൊണ്ടിട്ട് ബോഡി വിളിച്ചിട്ടിരിക്കുക. ഞെട്ടി ഇങ്ങനെ ശ്വാസം വലിച്ചു നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരോട് പറയാനും പറ്റില്ല, കാരണം നമുക്ക് ധൈര്യം ഉണ്ടെന്ന് കാണിക്കും. പുറത്തോട്ട് ഇറങ്ങി സത്യം പറഞ്ഞാൽ മാറിപ്പോൾ കുറേ നേരം വേങ്ങി പിടിച്ച് ശ്വാസം വലിച്ചു. അപ്പം അങ്ങനെ അത് അന്ന് രാത്രി പേടിച്ചു. അന്ന് രാത്രി നമ്മൾ വീട്ടിൽ കിടക്കുമ്പോൾ ഈ സംഭവം ഓർത്തിട്ട് പേടിച്ചു. അങ്ങനെ പേടിച്ചിട്ടുണ്ട്. അല്ലാതെ ഉണ്ടാവുന്ന വെച്ചാല് എക്സ്പീരിയൻസ്. കാരണം ഇങ്ങനെ ഒരാള് ഇങ്ങനെ ഒരു കഥ ചിന്തിക്കുമ്പോ അയാൾക്ക് എവിടെയെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു ഹോണ്ടിങ് ഉണ്ടാവും. പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അതോട് വേറെ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഈ പറഞ്ഞ ആജാനുബാഹുവായ നിങ്ങൾ പേടിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ കഥയ്ക്ക് ഒരു വാല്യൂ ഉണ്ടാവും. പേടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ലൈഫിൽ ആഗ്രഹമുണ്ട്, പ്രയത്നം കാണുന്നുണ്ട്. ഒരു സൂപ്പർ നാച്ചുറൽ പവറിനെ ആസ്വദിക്കണം, അല്ലെങ്കിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം ആഗ്രഹം എന്തെങ്കിലും വരട്ടല്ലേ? അതെ അതെ, കുറെ ചോദിക്കാനുണ്ട്. ഓക്കെ, ഇതിലെ കഥാപാത്രത്തെ കുറിച്ച്? ഇതില് ഒരു പോലീസ് കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വേറെ നാട്ടിൽ നിന്ന് ഒരു നാട്ടിലേക്ക് വരികയാണ് ഞാൻ, സ്റ്റേഷനിലേക്ക്. അപ്പൊ ആകെ 2 ലൊക്കേഷനുള്ളൂ, ഒരു സ്റ്റേഷനും ഒരു വീടും. നേരത്തെ പറഞ്ഞല്ല. അപ്പൊ എന്റെ വീട്ടിലുണ്ടാകുന്ന കുറച്ച് ഇൻസിഡൻസ് ആണ് ഈ പടത്തിൽ. വാടകയ്ക്ക് എടുക്കുന്ന ആ വീടാണ് ഈ തയ്യൽ മെഷീനുള്ള വീട്. അപ്പൊ ആദ്യം പോയ ആ വീട്ടുകാർ ആ തയ്യൽ മെഷീൻ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അപ്പൊ ആ തയ്യൽ മെഷീനുള്ള ആ വീട്ടിലോട്ട് കിച്ചു താമസിക്കാൻ റെന്റിന് എടുക്കുന്ന വീടാണ്. അപ്പൊ അവിടെയാണ് ഈ ഒരു എന്തൊക്കെ നോക്കിയിട്ട് നമ്മളിന്ന് പോവാത്തൊരു സാധനമാണ് തയ്യൽ മെഷീൻ. അതാണ് ഈ സിനിമയ്ക്ക് ഈ പേര് നല്ല ആപ്റ്റാന്ന് പറഞ്ഞത്. പടം കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ അതിനകത്ത് ഒരു യക്ഷിയായിട്ട് അഭിനയിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയില്ലേ, ഇതിനകത്ത് കൊടുക്കുന്ന ചില എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ, കാരണം നമുക്ക് കയ്യിൽ നിന്ന് പാളി പോകാൻ സാധ്യതയുള്ള സാധനമാണ്.
ഈ യക്ഷി പ്രേതങ്ങൾ പറയും, ചിലപ്പോൾ മീമും ട്രോളുമായി നാളെ മാറിയേക്കാം. ഒരു പൊട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ. ശ്രദ്ധിച്ചിരുന്നോ? ടെൻഷനായോ ഇപ്പൊ പറഞ്ഞപ്പോ? അതെ, ഈശ്വരാ. ട്രോള് പിന്നെ നമുക്ക് പുത്തിരി ഒരു വിഷയമുള്ള കാര്യമല്ല. അതല്ല, ഏകദേശം ചെയ്യുമ്പോ വന്നിട്ടുണ്ട്, ചെയ്യുമ്പോ നന്നായി വന്നിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കണേ. ഏറ്റവും കൂടുതൽ അലർച്ചയാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. ചിരിയില്ല, ചിരി ഒട്ടുമില്ല. ചിരി ഉണ്ട്, അത് ഞാൻ എന്റെ രീതിക്കാ ചെയ്തിരിക്കണം. എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് എനിക്കറിയില്ല. ഒരാളെ നമ്മൾ പേടിപ്പിക്കുമ്പോ, അഭിനയിക്കുമ്പോ എന്താ ശരിക്കും നമ്മുടെ മനസ്സിലുള്ള ഒരു ഫീൽ? നമ്മൾ പ്രേതമായിട്ട് ഒരാളെ പേടിപ്പിക്കുമ്പോ, അഭിനയിക്കുമ്പോ നമ്മുടെ മനസ്സിൽ എന്താ തോന്നുന്നത്? അഭിനയിച്ചോണ്ടിരിക്കുമ്പോ ഗായത്രിയുടെ മനസ്സിൽ എന്താ തോന്നിയത്? അതായത് ആൾക്ക് തോന്നും നമ്മളെ ആളെ കൊല്ലും എന്നുള്ളത്. അതാണ് ആളുടെ പേടി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളെ കൊല്ലും, ഇപ്പൊ ഞാൻ നിങ്ങളെ കൊല്ലും, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഈ ഗായത്രിയെ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരിക്കും? ഗായത്രി ഞാൻ ആദ്യം പറഞ്ഞില്ല, ഗായത്രി എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് വന്നത് വളരെ ലിമിറ്റഡ് പീരീഡിലാണ്. എൻ്റെ വൈഫാണ് ശരിക്കും, ഗോപിക എൻ്റെ വൈഫാണ് എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ഗോപികയാണ് ഗായത്രിയെ കുറിച്ച് പറഞ്ഞത്. ഞാൻ അതിന് മുന്നേ ഗായത്രി ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും ഗായത്രി അങ്ങനെ മനസ്സിലുള്ള ഒരു ക്യാരക്ടറൊന്നും ആയിരുന്നില്ല. പക്ഷെ വൈഫ് ഇത് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നോക്കുമ്പോൾ ശരിയാണല്ലോ, ഓക്കെയാണ്. പക്ഷെ ഗായത്രി ഓക്കെ ആണെന്ന് അറിയണമല്ലോ. അപ്പം നമ്മളത് പ്ലാൻ ചെയ്തു, ഗായത്രി വിളിച്ചു. അപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. ഗായത്രി അപ്പോൾ തന്നെ ഓക്കെ പറയുന്നു. പക്ഷെ ഗായത്രി സ്ക്രിപ്റ്റ് ഒന്നും കേട്ടിട്ടില്ല. ഗായത്രി ജസ്റ്റ് ഓൺലൈൻ ചോദിച്ചു, സബ്ജക്റ്റ് ഇതാണ് ക്യാരക്ടർ പറഞ്ഞു, ഗായത്രി ഓക്കെ പറഞ്ഞു. പിന്നെ ഗായത്രി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിട്ട് നമ്മൾ ഓരോ സീൻ ബൈ സീൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ചെയ്തത്. പക്ഷെ ആ ഒരു സിനിമയുടെ എൻഡ് ഓഫ് ദി ഡേ ആയപ്പോഴത്തേക്ക് ആ ക്യാരക്ടറിലേക്ക് ഗായത്രി ശരിക്കും ആയി എന്നുള്ളതാണ്. നന്നായിട്ട് വർക്ക് ചെയ്തു ഗായത്രി. ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് പർപ്പസ്ഫുള്ളി എടുത്തതായിരുന്നോ അതോ ഒരു ഗ്യാപ്പ് വന്നതാണോ? പർപ്പസ്ഫുള്ളി എടുത്തതാ. ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നി, എന്താ പുറമെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഉള്ളിലൊരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ശരി, ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് എന്റേതായിട്ടുള്ള രീതിക്ക് എന്റേതിൽ മാത്രമായി ഒതുങ്ങി. ഞാൻ അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാരുടെ ആളായിരുന്നു, ഫുൾ എന്റെ ചുറ്റും ഫുൾ ആൾക്കാരായിരുന്നു. അപ്പൊ എനിക്കൊന്ന് കുറച്ച് തന്നെ ഇരിക്കണം എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയായി പോയി, എന്റെ മാത്രം ആളായി പോയി. പക്ഷെ അത് ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പൊ തിരിച്ച് വീണ്ടും ആൾക്കാരിലോട്ട് ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് നീങ്ങിയോ? ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് നീങ്ങി. ആ ഒരു ലെവലിലേക്ക് അത് ശരിക്കും നമ്മൾ ഗായത്രിയുടെ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ ജീവിച്ച് കണ്ടു വന്നൊരു സാഹചര്യം മടുത്തത് കൊണ്ടായിരുന്നോ ഗായത്രി അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പോയത്? എന്റെ മുകളിൽ വർക്ക് ചെയ്യാനായിട്ട്, അതായത് എനിക്ക് ഒരുപാട് പുറമേ നിന്നുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഒന്ന് വിലയിരുത്താനും അതിനെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കാനും എന്നെ പറ്റി ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് എഴുതാനും. എന്നിട്ട് എന്ത് മനസ്സിലാക്കി ഗായത്രി? കുറെ നല്ലതും മനസ്സിലാക്കി, കുറെ നമ്മളിൽ നിന്ന് പറ്റിയ തെറ്റുകളും മനസ്സിലാക്കി. മനസ്സിലായി മനുഷ്യൻ ഇത്രേ ഉള്ളൂ. അതെ, എന്താ ഇതിന്റെ ഒരു മീനിങ്, എന്താണിപ്പോ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദിസ് എന്നൊക്കെ എനിക്ക് തോന്നി. ഒരാളോട് ചോദിക്കാണ്, ഇപ്പം ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തു, ഈ പറഞ്ഞ പോലെ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു വന്നു. ഞാൻ ചോദിക്കുകയാണ്, ഗായത്രി എന്താണ് അതിൽ നിന്ന് പഠിച്ചത്? എന്നോട് പറയാൻ പറഞ്ഞാൽ ഗായത്രി എന്താ പറയാ? ഇപ്പൊ എനിക്ക് തോന്നണത് ഞാൻ പറയുകയാണെങ്കിൽ ഒന്നും നമ്മുടെ കൺട്രോളിലല്ല. അതായത് നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് ബോധേഡായിട്ട് ഒരു കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നേരത്തെ ഇതെല്ലാം കൺസേൺ ആയിരുന്നോ? അതിനെപ്പറ്റി നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ആലോചിക്കുന്നത് മോശമാണ്. ടേക്ക് ലൈഫ് ആസ്, ഇപ്പൊ ഇന്നലെ എനിക്ക് കിട്ടിയൊരു പാഠമാണ്, ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ്. ടേക്ക് ആൻഡ് ഫേസ് ലൈഫ് ആസ് ഇറ്റ് കംസ്. God has given us enough of endurance to bear anything. നമുക്ക് നോക്കാം, നാളെ ഞാൻ അങ്ങനെ പറ്റിയാലോ എന്ന് വിചാരിച്ച് പേടിക്കണം. നാളെ പറ്റിയാൽ നമുക്കത് ബെയർ ചെയ്യാൻ പറ്റും. We'll be able to handle it. പഠിച്ച് ഉൾക്കൊണ്ട ഒരു ഇന്നലെ പഠിച്ചത്. ഈ ആ കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുമ്പോ അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് ആയിട്ട് തോന്നിയോ ആ ടൈം, അല്ലെങ്കിൽ നേരത്തെ സഞ്ചരിച്ചു വന്ന ടൈം? റിഗ്രറ്റ് എനിക്ക് ഇല്ല. എനിക്ക് ഭയങ്കര, ഞാൻ എന്റെ 20s ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കുറെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതും ഞാൻ ഇന്നലെ പഠിച്ചൊരു പാഠമാണ്. ഇന്നലെ എന്തായിരുന്നു പ്രത്യേകിച്ച്? ഇന്നലെ ആരാ ക്ലാസ് എടുത്തേ? ഇന്നലെ ഒരു ക്ലാസ്സിൽ നമുക്ക് തോന്നണതാണ്. ഇന്നലെ ഇരുന്നപ്പോ എനിക്ക് തോന്നിയത്. ഇന്നലെ അതെന്താ തോന്നിയത്? ഇനി എനിക്ക് എന്റെ 40s പോയിട്ട് എനിക്ക് ആലോചിക്കുമ്പോ ഈശ്വര 30 ഞാനിങ്ങനെ വെറി ചെയ്ത് കളഞ്ഞല്ലോ എന്ന് എനിക്ക് തോന്നണ്ട. അപ്പൊ അതുകൊണ്ട് ഇനി എന്തുണ്ടായാലും വേണ്ടില്ല, I'll enjoy my 30s. ഈ ശരിക്കും നിങ്ങളുടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ സിനിമയെ സംബന്ധിച്ചുള്ള ഒരാൾക്ക് എൻട്രി എളുപ്പമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ.
എൻട്രി വന്നിട്ട് സക്സസ് ആയി പോവാന്ന് പറയുന്നത് ഭയങ്കര വരുന്നതിനേക്കാളും പാടാണ്. അതെ. ശരിക്കും നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എത്തി മുമ്പോട്ടായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള രീതിയിൽ സ്റ്റാർട്ടിങ്ങിന് അപ്പുറമുള്ള ഒരു സ്റ്റേജില് ഈ ഒരു ടൈമിനെ ഈ ഒരു സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ ശ്രമിക്കും, ഓരോ സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അതും ഇതൊന്നും ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മളിൽ വരുന്നത് നല്ല അടിപൊളിയായിട്ട് ചെയ്യുക. ഒരാളൊക്കെ വന്നോളൂ. നാളെ ഒരാള് നാളെ ഫേസ് ചെയ്യുക, ഇന്ന് ഒരാള് ഇന്ന് ഫേസ് ചെയ്യുക. അല്ലാതെ ഒരു കൺസേൺ ഇല്ല നാളെ ഞാനൊരു നടനായില്ലെങ്കിൽ അല്ലെങ്കിൽ സിനിമയിൽ തന്നെ നിന്നില്ലെങ്കിൽ. ഇന്നിപ്പോ ഞാൻ നടനല്ലേ, അതിനെ കുറിച്ച് സന്തോഷിക്കേ. നാളത്തെ കേസ് നാളെ. നീ മൊമെന്റ് എൻജോയ് ചെയ്യാന്നുള്ളത്. പിന്നെ ഈ നിമിഷം തിരിച്ചു കിട്ടില്ലല്ലോ നമുക്ക് ഒരിക്കലും. എങ്ങനെയാ ഈ പറഞ്ഞ രണ്ടാമത്തെ സിനിമയിൽ എത്തി നിൽക്കുന്നു? അതിൻ്റെതായ റിസ്കുകൾ നിങ്ങൾക്കുണ്ട്. ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചിന്ത വരുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരെക്കാളും ഒരു ടെൻഷനും ഉള്ളുകൊണ്ടും ഭയമുള്ള ഒരാളാണ് നിങ്ങൾ. ഡയറക്ഷൻ അതിന് മുകളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫ് വെച്ചിട്ടാണ് റിസ്ക് എടുത്തിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ആ ഒരു സാഹചര്യത്തിൽ ഈ സിനിമ എങ്ങനെയാണ് നോക്കി കാണാൻ? ഈ സിനിമ നമ്മളെ നിരാശപ്പെടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. അതാണല്ലോ എൻ്റെ മനസ്സിൽ. എനിക്കെപ്പോഴും എൻ്റെ ഒരു പ്രൊഡക്റ്റ് പൊൻകുഞ്ഞാണല്ലോ. അപ്പൊ അത് മറ്റുള്ള പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ഇപ്പൊ കിച്ചടം പറഞ്ഞാലേ നമ്മൾ നാളെ എന്ത് സംഭവിക്കുമെന്ന് ഓർത്തിട്ട് ഇപ്പോഴും ടെൻഷനൊന്നുമില്ല. കാരണം ഇത് നമ്മൾ ചെയ്യാൻ തയ്യാറായിട്ടാണല്ലോ വന്നത്. അപ്പൊ നാളെ എന്ത് സംഭവിച്ചാലും അത് നമ്മൾ ഇത്ര നാൾ കഷ്ടപ്പെട്ടു, ആ എമൗണ്ട് നമ്മളൊരു എന്ത് കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, അതിപ്പോൾ നാളെ തിരിച്ച് കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നമ്മളത് വരാനുള്ളതാണെങ്കിൽ വരും, തിരിച്ചാണെങ്കിൽ കിട്ടുമെന്നുള്ള അത്രേ ചിന്തിക്കുന്നുള്ളൂ. ഈ സിനിമയുടെ സാധ്യത എനിക്ക് പറഞ്ഞ കഥ കേട്ടപ്പോ, കാരണം ഒരു വേൾഡ് വൈഡ് ലെവലിലോ അല്ലെങ്കിൽ ഇന്ത്യൻ പാൻ ലെവലിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ ഹൊറർ സിനിമകൾ എന്ന് പറയുന്നത്. ഒരു സാധ്യത വളരെ കൂടുതലാണ്. OTT പിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും ലാംഗ്വേജ് ഈസി ആയിട്ട് അവർ അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യത, അങ്ങനെ ഒരു വീക്ഷണം ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പൊ ഈ ഓൺ ലാംഗ്വേജ് ഒരു ബാരിയർ ആവുന്നില്ല ഹൊറർ സിനിമയ്ക്ക്. ഇല്ല. ഓൺ പ്രൊഡക്ഷനിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അതെല്ലാം പ്ലാൻ ചെയ്യും. കാരണം നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് മുടക്കിയ ഫണ്ട് തിരിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് ഈ ഹൊറർ ആയതുകൊണ്ട് അതിന് സാധ്യതകൾ നമുക്ക് കൂടുതൽ. കാരണം ഇപ്പോഴേ നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ. ഇപ്പൊ തമിഴ് തെലുങ്കിൽ നിന്നൊക്കെ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ മലയാളത്തിൽ റിലീസ് ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റു ലാംഗ്വേജിലൊക്കെ കൊടുക്കാൻ പറ്റൂ. അപ്പൊ ഇതിപ്പോ ഫണ്ട് നമ്മൾ എത്രയും നമ്മൾ ക്ലിയർ ചെയ്ത് ഫണ്ട് ഇത് നമ്മൾ പുറത്തിറക്കുക. അതിനുശേഷം നമ്മൾ മുടക്കിയ ഫണ്ട് നമുക്ക് കിട്ടുന്നൊരു വിശ്വാസമുണ്ട്. അതിപ്പോൾ എങ്ങനെയാവാം, ഈ പറഞ്ഞ റൈറ്റ്സ് കൊടുക്കാം, OTT ചിലപ്പോൾ പ്ലാൻ ചെയ്യാം, തിയേറ്റർ കളക്ഷൻ തന്നെ കയറട്ടെ, അത് നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ട്രോളന്മാരെയൊക്കെ ഓർക്കാറുണ്ടോ? ഇല്ലല്ലേ? എന്തുകൊണ്ട് അവരെല്ലാം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരിക്കും, എവിടെ ഗായത്രി, എവിടെ ഞങ്ങളുടെ ഗായത്രി എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടല്ലോ. എന്നിൽ മാത്രം നിക്ഷിപ്തം അല്ലല്ലോ ഒന്നും. ഒരു സമയത്ത് ഗായത്രിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പല ആളുകളും ഉണ്ട്, ഇപ്പൊ ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ ഓർക്കുന്നുണ്ടോ ട്രോളന്മാരെ? ഓഫ്കോഴ്സ്. പിന്നെ എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട് ഒരുപാട് ട്രോളിന്. യെസ്. പക്ഷെ അവര് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആവണം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? നമ്മൾക്ക് തിരിച്ചും പറയാലോ, ഇപ്പൊ ട്രോള് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കൊണ്ടുവരണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. മീം മാറണം, പേടിക്കേണ്ട വരും. ഈ സിനിമയില് കൂടുതലും ഞങ്ങൾക്ക് ഇപ്പൊ തോന്നിയത് നെഗറ്റീവ് പബ്ലിസിറ്റി കൂടി അതിപ്പോ ആളുകളിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം ഞങ്ങളിപ്പോൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു വിഷ്ണു കൊച്ചിക്കാരൻ എന്നൊക്കെ പറഞ്ഞ് പൈനാപ്പിൾ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടാകുന്ന നെഗറ്റീവ് കുറച്ച് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവര് ഈ സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ പടത്തിൽ അഭിനയിച്ച സമയത്തുണ്ടോ, അത് ഞങ്ങളെ ആ സമയത്ത് പുള്ളിയൊന്നും അല്ലായിരുന്നു. പക്ഷെ അവൻ നന്നായിട്ട് ആക്ടിങ് സ്കൂളിൽ പഠിച്ചിറങ്ങിയ ആളാണ്. പുള്ളി പഠിച്ച ആ നല്ല ക്യാരക്ടർ ചെയ്തു. പുള്ളി നന്നായിട്ട് ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തു. പിന്നീട് പുള്ളി ഈ ഇവരുടെ കൂടി ട്രോളായി ഇങ്ങനെ വന്നപ്പോ ഞങ്ങള് കരുതി കൂട്ടി ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. പക്ഷെ സത്യത്തില് ഇങ്ങനെ കയറി നമ്മള് അപ്പൊ നോക്കുമ്പോ പുള്ളി അവിടെ എല്ലാം പോയി പോസ്റ്റ് ഇടുമ്പോഴൊക്കെ നെഗറ്റീവ് കൂടി അതിനകത്ത് തെറിവിളിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളിതെല്ലാം ഫേസ് ചെയ്യും. നമ്മൾ കണ്ട കുറെ കമന്റുകൾ ഓപ്പൺ ചെയ്യുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചാൽ നമ്മൾ നല്ല രീതിയിലായി പണം ചെയ്തേക്കണത്. കാരണം പുറത്തോട്ട് വരേണ്ടത്, പുറത്തോട്ട് വന്നാലും നമുക്ക് നന്നായിട്ട് ചെയ്തേക്കണമെന്ന് പറയാൻ പറ്റുള്ളൂ. അതെന്തായാലും പടം റിലീസ് ആവുന്ന സമയത്ത് സംഭവിക്കട്ടെ. അത് പടത്തിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ ഒന്നിനെ അങ്ങനെ ഇപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ ഒന്നും അതിനെ മോശമായിട്ട് കാണുന്നില്ല. കാരണം എവിടെയാണ് നമുക്ക് അറിയുന്നത് എങ്ങനെയാണോ അത് അവരുടെ എഫേർട്ടായിരിക്കും. എങ്ങനെയാ അത് എത്തുന്നു എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിക്കുന്നു. കാരണം നമുക്ക് ഈ ഔട്ട്പുട്ട് നമ്മൾ ഈ സാധനം 10 പേര് അറിയുക, നമ്മുടെ ഈ പടത്തിന്റെ പേര് ഫെമിലിയർ ആവുക എന്നുള്ള സാധനം മാത്രമല്ല. അത് ആരെങ്ങനെ ചെയ്താലും നമ്മൾ അതിനെക്കുറിച്ച് പറയടല്ല.
ഗായത്രി സാധാരണ ഈ പറഞ്ഞ 100% എഫേർട്ട് എടുക്കാറുണ്ട് സാധാരണ ഈ ഒരു സിനിമ കമ്മിറ്റ് ചെയ്ത് തീർച്ചയായും. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള കാലം മുതലേ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് പാതിരാത്രി ആണെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന ഒരാള് തന്നെയാണ്. എത്ര ലേറ്റ് ആയാലും ആ ഒരു എഫേർട്ട്, ഗായത്രിയുടേതായ ഒരു എഫേർട്ട് ഇനി ഈ പടത്തിന് വേണ്ടി ഈ വീണ്ടും പടം എന്താന്ന് വെച്ചാൽ ഞാൻ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വന്ന് Okay. ചെയ്ത സിനിമയാണ്. അപ്പോ അത്രയും പ്യോർ ഫസ്റ്റ് പടം പോലെ തന്നെ ഒരു ആദ്യത്തെ പടം പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് ഇതിനും കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലായി? സ്വാഭാവികമായിരിക്കുമല്ലോ. ആ. ഞാൻ കുറെ നാളായി ഇന്റർവ്യൂ എടുക്കാൻ തുടങ്ങിയിട്ട്. യെസ്, ആ പ്യൂരിറ്റി ഞാൻ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. Okay. അപ്പോ അത് ഞാൻ കുറച്ച് വിജയം ഞാൻ ഡിസേർവ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് എഫേർട്ടും എടുത്തിട്ടുണ്ടാവും ഈ എഫേർട്ട് സിനിമയിൽ. എടുത്തിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ഗായത്രിയുടെ കണ്ട സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഗായത്രി ഇത് വളരെ നല്ല ബോൾഡായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തോന്നിയത് ഇപ്പൊ നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നോക്കണ്ട, പക്ഷെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഗായത്രിക്ക് ഒരു മൊത്തത്തിൽ വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടർ തന്നെയാണ് ഓക്കെ. ചെയ്തിട്ടുള്ളത്. എന്തായാലും ഗായത്രി സജീവമായി തന്നെ മലയാള സിനിമയിൽ നിൽക്കട്ടെ, Thank തിരിച്ചു you. വീണ്ടും വരട്ടെ, നല്ല നല്ല ക്യാരക്ടറുകൾ ഉണ്ടാവട്ടെ. Thank you. വിനീത് ഇത് പറഞ്ഞ പോലെ അതെ. ഒരു ബ്രേക്ക് എന്നല്ല, നല്ലൊരു ബ്രേക്ക് ത്രൂ ആവട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് സിനിമകൾ ഇനി ഉണ്ടാക്കി ചെയ്തുകൊണ്ട് നല്ല നല്ല ക്യാരക്ടറുകൾ ഉണ്ടാവട്ടെ. അജയതാന്തരം 2 വേഗം സംഭവിക്കട്ടെ. നിങ്ങൾ വലിയ വലിയ നടിമാരാവട്ടെ ഗായത്രി ചേച്ചിയാണൊക്കെ. Okay. ആവോ? ആ. എന്തോ പ്ലാന്? അങ്ങനെയൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. ഇപ്പൊ എത്രാം ക്ലാസ്സിലാ സെക്കൻഡ് സ്റ്റാൻഡേർഡ്. മോളോ? ഡിഗ്രിയാ? എത്രയാണ്? സെക്കൻഡോ? എന്നിട്ട് പറഞ്ഞോ കൂട്ടുകാരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോ സിനിമയിൽ അഭിനയിച്ച കാര്യം? എന്തോ പറഞ്ഞു? സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാരും ഇപ്പൊ സിനിമ എന്നാ റിലീസ് ആവുന്നേന്ന് ചോദിച്ചു. പ്രശ്നമാണോ? ആ. ചെയ്യാനാണോ അവർക്ക് വരെ പ്രശ്നം. അവർക്ക് വരെ പ്രശ്നമായി പോയി. ഇനി അവ പ്രശ്നമൊന്നും വേണ്ട, ഉടനെ റിലീസ് ഉണ്ടെന്ന് പറയണം കേട്ടോ. ആ. ഓക്കെ, പറയോ? അപ്പൊ സിനിമാടിമാരായോ സ്കൂളില്? ആ. ആണോ? ഇപ്പൊ സെലിബ്രിറ്റി സ്റ്റാറ്റസാ സ്കൂളിലൊക്കെ പോകുമ്പോ? ആ, എല്ലാരും ഇപ്പൊ ചോദിക്കും സിനിമ എന്നാ റിലീസ് ആവുന്നത്. ശരിടാ, അത് തന്നെ ചോദിക്കാറുള്ളത്. എന്തായാലും ഉടനെ ആ റിലീസ് ഉണ്ടാവട്ടെ എന്ന് പറയണം കേട്ടോ. ആ. പറയോ? പറയും. എന്താ പ്രേക്ഷകരോട് പറയാനുള്ളേ? നിങ്ങൾ സിനിമ വന്ന് കാണണമെന്ന് പറയോ? ആ. എന്ന് പറഞ്ഞേ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സിനിമ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സിനിമ ഉടനെ റിലീസ് ആവുകയാണ്. ആ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എവിടെ? തിയേറ്ററിൽ. ഓക്കെ, അവിടെ തന്നെ പോയി കാണണേ. അപ്പൊ എന്താ ഓക്കെടാ, നിങ്ങൾക്ക് എന്താ ലാസ്റ്റായിട്ട് പറയാനുള്ളത്? ഇത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തിയേറ്ററിൽ തന്നെ പോയി കാണണം തന്നെയാണ്. അല്ല, തിയേറ്ററിൽ പോയി കാണാൻ മസ്റ്റാണല്ലോ. കാരണം പിന്നെ ഇത് എന്താ പറയാ, വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമ നമ്മൾ നമ്മുടെ ഒരു കൊച്ചുപടാണ്. പക്ഷെ ഇപ്പൊ കാണുന്ന നെഗറ്റീവുകൾ കാണുന്ന നെഗറ്റീവ് കമന്റ്സുകൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഷുവർട്ടി നമുക്ക് തരാൻ പറ്റും. നല്ലൊരു മൂവിയാണ്, ഫാമിലി ആയിട്ട് എല്ലാവർക്കും പോയി കാണാം. നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ബെസ്റ്റ് കൊടുത്തിട്ടാണ്, ഒരു 100% നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം നമ്മൾ വിട്ടുതരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കട്ടെ, പടം ശ്രദ്ധിക്കപ്പെടട്ടെ, അത് സക്സസ് ആയിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. Thank you.